ഒന്നാമത് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം പല സ്ഥലത്തും വഴിവിളക്ക് എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അതിനിടയ്ക്ക് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ ബുദ്ധിമുട്ടുകളാണ് ഈ കാണുന്നത്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റ്, അതിനിടയ്ക്ക് മഴയും കൂടി ഇനി പറയേണ്ട ആവശ്യമില്ല. അതിനിടയ്ക്ക് ഓരോ ഡ്രൈവർമാരെ ഒപ്പിക്കുന്ന പരിപാടികളാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഒരു ടേണിങ്ങിലൊക്കെ ഒരു വണ്ടി വണ്ടോ ഇല്ലയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ലൈറ്റ് കണ്ടിട്ടാണ്. ഇപ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ മിന്നി തെളിച്ച് കാണിക്കും, അപ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടി വണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഒരു കോമൺ സെൻസെങ്കിലും മനസ്സിലാക്കി നമ്മൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കണം രാത്രിക്ക്. ചുമ്മാ അങ്ങോട്ട് കയറ്റി ഒരു വളവങ്ങയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വാഹനം അപകടത്തിൽപ്പെടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഒരു പിക്കപ്പ് ചെയ്ത് തെണ്ടിത്തരാണ് ശരിക്കും ചെയ്തത്. ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഇനി ചില റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ രാത്രിയായാലും പകലായാലും നമ്മൾ കണ്ടുവരുന്നൊരു സംഗതിയാണ്, ഒരു ആംബുലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വാഹനം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കയറി വരും. അത് ഈ രാത്രി ഇതുപോലുള്ള ടേണിങ്ങിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വണ്ടികളുടെ ലൈറ്റും അതിനിടയ്ക്കൊക്കെ രാത്രി ടേണിങ്ങിലുള്ള ഇതുപോലുള്ള കയറി വരലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് ഒഴിവാക്കണം. നമ്മുടെ വണ്ടിക്ക് അപകടം വന്നതിന് ശേഷം ചിന്തിക്കണോ അതിന് മുമ്പ് ചിന്തിക്കണോ നല്ലത്. അപ്പോൾ ഇതുപോലെയൊന്നും ആരും ചെയ്യാതിരിക്കുക. സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം. മഴയും കാര്യങ്ങളൊക്കെയാണ്.